ഹായ് ഗായ്സ്, ഇപ്പോൾ നമുക്ക് അടിപൊളി ഒരു വിശാലമായ വ്യൂ കാണാം. ഇത് മഴയൊക്കെ പെയ്ത് ഞങ്ങളെ ഇവിടുത്തെ ഒരു ആറ്, ഞങ്ങളുടെ ചെറിയൊരു പുഴയെന്ന് പറയാം, നിറഞ്ഞു കവിഞ്ഞതാണ്. നിറഞ്ഞ് കവിഞ്ഞില്ല, നിറഞ്ഞൊഴുകുകയാണ്. നല്ല മഴയൊക്കെ പെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നല്ല കിടിലൻ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെറുക്കൻ പയ്യൻ ഇവിടെ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട്. ഇവിടെ ചൂണ്ടയിടൊക്കെ ആണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അവിടെ നിന്ന് കൈ കാണിക്കുന്നത്. ഇത് ആൾക്കാർ പോകുന്ന വഴിയായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളം കയറി, മഴയത്ത് നല്ല വെള്ളം കയറി അവിടെ എല്ലാം വെള്ളമായി. ഇപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂട്ടിയും ഒക്കെ പോകും, ബൈക്കൊക്കെ പോകും. ചെന്ന് വൃത്തിക്ക് പണിഞ്ഞപ്പം ആ സമയത്ത് ഒരു വണ്ടി, ആട്ടോ പോകുന്ന, കാറ് പോകാനുള്ള വഴിയൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ബൈക്ക് പോകും. നമ്മളെ ചങ്ക് ചെറുക്കൻ ആദ്യം ഇവിടെ കാണിച്ചു. ഇവിടെ എല്ലാം വെള്ളം കയറി നല്ല ഒഴുക്കായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം കയറി വേസ്റ്റ് മൊത്തം ഇവിടെ അടിഞ്ഞിരിക്കുക. നല്ല മഴയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ്, ഈ ഹൈറ്റ് വരെയൊക്കെ വെള്ളം ഇങ്ങനെ പോകും. ചിലപ്പം ഇതിൻ്റെ ഒഴുക്ക് ആ സൈഡിൽ കൂടെ ആയിരിക്കും. അടിയൊഴുക്ക് ഇതേ കൂടെയും വലിയ മേലെ കൂടെ കാണുന്ന ഒഴുക്ക് മൊത്തം മേളിൽ സൈഡിൽ കൂടെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെറുക്കൻ വീഡിയോയ്ക്ക് വേണ്ടി ചൂണ്ടയിടുന്ന കാണാം. അവിടെ മീൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്. മീനാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കയറി ഉടക്കിയെന്ന് അറിയത്തില്ല. ഉടക്കിയതാന്ന് തോന്നുന്നു. നിൻ്റെ അഭിപ്രായം എന്താ? ഉടക്കിയതാണോ മീൻ പിടിച്ചതാണോ? ഉടക്കിയതാണോ? കിട്ടിയോ? അതും ഉടക്കിയാണോ? ഇവനിവിടെ ഉടക്കിയത്. ഇവിടെ കയറി ഉടക്കി. നോക്ക് ഗൈസ്, വ്യൂസ് നോക്ക്. ഭയങ്കര വ്യൂ അല്ലയോ? ഡേഞ്ചറാണ്, ഇപ്പോൾ ഇറങ്ങുന്ന ഡേഞ്ചറാണ്. പിന്നെ അത്യാവശ്യം അറിയാവുന്ന ആൾക്ക് ഇറങ്ങാറുണ്ട്. ഞാനൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങാറില്ല. ഒരു ആക്സിഡൻറ്റ് പറ്റി കാലൊടിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ ഈ ഭാഗത്തോട്ട് വരാറില്ല. ഗൈസ്, ഞങ്ങൾ മീൻ കൊത്തിയെടുത്ത് കല്ലിനടക്കോട്ട് കയറി എന്ന് തോന്നുന്നു. കല്ലിനടക്ക് എന്തായാലും കയറി. അവിടെ സൈഡ് ഫിറ്റേ ഉള്ളൂ കല്ലായിട്ട്, അല്ലാതെ പോകാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും ചൂണ്ട ഉടക്കി വലിച്ചും പൊട്ടിപ്പോയി. പുള്ളിക്കാരൻ പറയുന്നത് മീൻ പിടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ വലിച്ചു. ഇപ്പം കല്ലിനടക്കോട്ട് അങ്ങോട്ട് കയറി പൊട്ടി. ഇപ്പം ഞങ്ങൾ ആറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അത് ആറ് മൊത്തം കാടാട്ടോ. പാമ്പുണ്ടോ ചേരയുണ്ടോ എന്ന് ഒരു പിടുത്തമില്ല. എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കാണും. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാം. നല്ല വ്യൂ അല്ലയോ? കാട് വഴി നടന്ന് ഞങ്ങൾ കൂട്ടുകാരടുത്തോട്ട് പോവാം. അവന്മാരെ ഇരിക്കുക. അടുത്ത ചൂണ്ടയും തീറ്റയും കൂടെ കൊരുത്തിട്ട് ഞങ്ങൾ അടുത്ത സൈറ്റിലോട്ട് പോവാം. ഇവിടെ ഒരു ഗ്രൗണ്ട് കേട്ടോ, പള്ളി ഗ്രൗണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ചിറക്കുന്നതിൽ ആൾക്കാർ നടക്കുന്നുണ്ട്. മദ്യപിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോകാറുണ്ടെന്ന് തോന്നുന്നു. നമ്മളതിന് കാണാത്തുള്ളതൊന്നും പറയുന്നില്ല. ഞങ്ങൾ തന്നെ കൂട്ടുകാരുടെ അടുത്തേക്ക്
എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാറാണ് ഗൈസ്. ഞങ്ങളിവിടുത്തെ ഏറ്റവും ഫേമസ് പള്ളിയാണ്, കൾച്ചർ പള്ളി എന്ന് പറയും. പണ്ടും കൊള്ളായിട്ട് ഇപ്പോഴും കൊള്ളാം. ഇത് പുതുക്കിയതാണ്. പണ്ടത്തെ ഇതിനെയൊക്കെ വീട്ടിലാണ്. ഞങ്ങൾക്ക് മീനെ കിട്ടി. നെടുമീൻ ഗായ്സ്, നെടുവിനെ കിട്ടി. സംഭവം പറഞ്ഞേ ഉള്ളൂല്ലേ. മീനടിച്ച് ഞങ്ങള് മീനടിച്ചു. ഞങ്ങൾക്ക് മീനടിച്ചു. കിട്ടി. അങ്ങനെ ഞങ്ങള് ചൂണ്ടയിൽ മീൻ കുടുങ്ങി. ശമ്പൂർണ്ണ അങ്ങനെ കോട്ടേറ്റ്. ഇങ്ങോട്ട് നോക്കേ അണ്ണാ, ഒന്ന് പൊക്കി പിടി. അതിനെ പിടി, അതിൽ പിടി, ശങ്കൂസ് പിടി. അങ്ങനെ പുള്ളിക്കാരൻ തൂക്കിയിരിക്കുകയാണ്. അങ്ങനെ മാറാ. പിടിച്ചോ പിടിച്ചോ. ചൂണ്ട ഇപ്പോഴും വരില്ല. തൂക്കി ഒരടി അടിക്ക് തറേ ചത്തോളും. കൊഴുപ്പാക്കിയത് നെടുമീൻ. ചമ്പോണ്ണ ഏത് മീനാ പറഞ്ഞേ? ചമ്പോണ്ണ ഏത് മീനാ പറഞ്ഞേ? ആരല്ല, നെടുമീനത്. ഇതൊന്നും അല്ല ആവുന്നത്. ഇത് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന്. വീഡിയോ ചീത്തവിളിയെ കേട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ബീപ്പടിക്കുന്നതല്ല. ഇപ്പൊ എല്ലാം കൂടെ വരുമല്ലോ. റിയൊക്കെ ഇപ്പൊ എടുത്ത് ഗ്രൂപ്പിട്ട് എന്നിട്ടോ മീന് 10 കഷ്ണം ആക്കി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചമ്പോണ് ഒളിച്ച് 10 പോയി വറുത്ത് കഴിക്കാൻ നിൽക്കുകയോ. എല്ലാരും പോലീസ് ഓടിച്ചു കൊടുക്കും. ഇപ്പം അടുത്ത മീൻ പിടിക്കാണ്ട് ഞങ്ങൾ അതിൻ്റെ വായിന്ന് ഇരയെ തിരിച്ചെടുത്ത് മീൻ കൊടുത്ത് പറ്റിച്ചതിനെ. മീൻ തീറ്റ കൊടുത്ത് പറ്റിച്ചു. തലേ തേക്കടാ, എണ്ണയില്ലടാ.